ഇന്നൊരു പവർ ഓഫ് അറ്റോർണിയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. പവർ ഓഫ് അറ്റോർണി ബേസിക്കായിട്ട് 3 കാറ്റഗറിയിലാണുള്ളത്. എംബസി അറ്റസ്റ്റഡ്, നോട്ടറി അറ്റസ്റ്റഡ്, അതുപോലെ രജിസ്റ്റേർഡ് പവർ ഓഫ് അറ്റോർണി. ലീസ് അഗ്രിമെൻറ്റ്, കരാറുകൾ പോലുള്ള ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് എംബസി അല്ലെങ്കിൽ നോട്ടറി അറ്റസ്റ്റഡ് പവർ ഓഫ് അറ്റോർണി മതിയാവും. ബ്ലഡ് റിലേഷനുള്ള ആളുകൾ, അച്ഛനമ്മ സഹോദരങ്ങൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് ബന്ധത്തിലൊക്കെ എംബസി അല്ലെങ്കിൽ നോട്ടറി അറ്റസ്റ്റഡ് പവർ ഓഫ് അറ്റോർണി ഉപയോഗിച്ച് കരാറുകൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ സെയിൽ, സെറ്റിൽമെൻറ്റ് ഡീഡ് പോലുള്ള ആധാരങ്ങൾക്ക് രജിസ്റ്റേർഡ് പവർ ഓഫ് അറ്റോർണി നിർബന്ധമാണ്. രജിസ്റ്റേർഡ് പവർ ഓഫ് അറ്റോർണി 2 കാറ്റഗറി ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ സ്പെഷ്യൽ പവർ ഓഫ് അറ്റോർണി, അതുപോലെ ജനറൽ പവർ ഓഫ് അറ്റോർണി. ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഒരാൾ മറ്റൊരാളെ ചുമതലപ്പെടുത്തുമ്പോൾ അത് സ്പെഷ്യൽ പവർ ഓഫ് അറ്റോർണിയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഒരാൾ മറ്റൊരാളെ ചുമതലപ്പെടുത്തുമ്പോൾ അത് ജനറൽ പവർ ഓഫ് അറ്റോർണിയാണ്. സെയിൽ, സെറ്റിൽമെൻറ്റ് ഡീഡ് പോലുള്ള ആധാരങ്ങൾ പ്രോപ്പർട്ടി സിറ്റുവേറ്റ് ചെയ്യുന്ന രജിസ്ട്രേഷൻ ഓഫീസിൽ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ പവർ ഓഫ് അറ്റോർണി, വിൽപത്രം പോലുള്ള ആധാരങ്ങൾ പാർട്ടിയുടെ സൗകര്യാർത്ഥം ഇഷ്ടമുള്ള രജിസ്ട്രേഷൻ ഓഫീസിൽ നമുക്ക് രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കുന്നതാണ്. 600 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറും 200 രൂപയുടെ ഫീസുമാണ് ഇതിന്